ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. വിദ്യാഭ്യാസ രംഗത്ത് കേരളം ലോകത്തിന് മാതൃകയെന്ന മന്ത്രി വി അബ്ദുൾ റഹ്മാൻ. വിദ്യാഭ്യാസ രംഗത്ത് കേരളം ലോകത്തിന് തന്നെ മാതൃകയായി മുന്നേറുകയാണെന്നും കേരളത്തിന്റെ സാക്ഷരത 100%, ഇത് മറ്റൊരു സംസ്ഥാനത്തിനും അവകാശപ്പെടാൻ പറ്റാത്തതാണെന്നും സംസ്ഥാന കായിക ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാൻ പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇടപെടാൻ തുടങ്ങിയതോടുകൂടി വിദ്യാഭ്യാസം കൂടുതൽ ജനകീയമായെന്നും അദ്ദേഹം പറഞ്ഞു. തിരൂരിൽ 3 ദിവസമായി നടന്നുവരുന്ന കേരള അറബിക് ടീച്ചേഴ്സ് ഫെഡറേഷന്റെ 67ാമത് സംസ്ഥാന സമ്മേളനത്തിന്റെ ഭാഗമായി നടത്തിയ വിദ്യാഭ്യാസ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യമായ പൗരന്മാരെ സൃഷ്ടിക്കുക എന്നുള്ളതിനപ്പുറം ഇന്ന് നമ്മുടെ വിദ്യാഭ്യാസ പരിപാടികൾ ഭരണഘടനാനുസൃതമായി ന്യൂനപക്ഷ സമുദായങ്ങൾക്ക് ലഭ്യമാകേണ്ട സ്കോളർഷിപ്പുകൾ പലതിന്റെയും പേരിൽ കേന്ദ്രം നിർത്തൽ ചെയ്യുന്നു. എന്നാൽ അവ പുനഃസ്ഥാപിച്ചു നൽകുന്ന ശ്രമത്തിലാണ് കേരളം. 8 ലക്ഷം അപേക്ഷകൾ കിട്ടി. അവ പരിശോധിച്ച് അർഹരായവർക്ക് നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ്. സ്കോളർഷിപ്പുകൾ നേരത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒന്നിച്ചു വാങ്ങാറാണ് പതിവെങ്കിൽ ഇന്ന് വിദ്യാർത്ഥികളുടെ അക്കൗണ്ടിലേക്ക് നേരിട്ട് നൽകി അർഹരായവർക്ക് സ്കോളർഷിപ്പിന്റെ ലഭ്യത ഉറപ്പുവരുത്തിയെന്നും മന്ത്രി പറഞ്ഞു. ലോകത്ത് ഇംഗ്ലീഷിന് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ കൈകാര്യം ചെയ്യുന്ന ഭാഷ അറബിയാണെന്നും അറബി ഭാഷയുടെ വളർച്ചയ്ക്കും വികാസത്തിനുമായി KATF ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും പൂർണ്ണ പിന്തുണ ഉണ്ടാകുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ചടങ്ങിൽ KATF സംസ്ഥാന പ്രസിഡന്റ് TP അബ്ദുൽ ഹക്ക് അധ്യക്ഷത വഹിച്ചു. KATF ഏർപ്പെടുത്തിയ 2024-25 വർഷത്തെ അധ്യാപക അവാർഡിന് അർഹത നേടിയ കണ്ണൂർ ജില്ലയിലെ പാപ്പിനിശ്ശേരി വെസ്റ്റ് LP സ്കൂളിലെ നജീറ, കോഴിക്കോട് ജില്ലയിലെ കൊടിയത്തൂർ GMUP സ്കൂളിലെ മുഹമ്മദ് നജീബ് ആലിക്കൽ, കാസർഗോഡ് ജില്ലയിലെ കളിച്ചാനടുക്കം GHSലെ അബ്ദുൾ റഹ്മാൻ അമാൻ, കോഴിക്കോട് ജില്ലയിലെ നാദാപുരം TIM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഡോക്ടർ MK മുനീർ, പ്രത്യേക ജൂറി അവാർഡിന് അർഹരായ തൃശൂർ ചെറുതുരുത്തി GLP സ്കൂളിലെ അബ്ദുൽ ഗഫൂർ ആറ്റൂർ, കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര കല്ലൂർ കുത്താളി LP സ്കൂളിലെ T സൗദയും മന്ത്രിയിൽ നിന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങി. എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമായ സുദേശ് M രഘു മുഖ്യാതിഥിയായി. കേരള അറബിക് സ്പെഷ്യൽ ഓഫീസർ TP ഹാരിസ്, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് ഷെരീഫ് കൂട്ടൂർ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി നൌഷാദ് മണിശ്ശേരി, KATF സംസ്ഥാന ഭാരവാഹികളായ MT സൈനുലാബുദ്ദീൻ, മുഹമ്മദ് അലി മിസ്കാത്തി, മൻസൂർ മടമ്പാട്ട്, ഉമ്മർ ചെറൂപ്പ, MA സാദിഖ്, MP അബ്ദുൽ സലാം, MA റഷീദ് മദനി എന്നിവർ പ്രസംഗിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി MA ലത്തീഫ് സ്വാഗതവും ട്രഷറർ KA മാഹിൻ ഭാക്കവി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, തിരൂർ.